2023 റിലീസായ മൈ ഫോൾട്ട് എന്ന സിനിമയിൽ നമ്മൾ എന്താ കണ്ടത്? രണ്ട് അപരിചിതരായിരുന്ന നിക്കും നോവയും കണ്ടുമുട്ടുന്നതും റിലേഷൻഷിപ്പ് ആവുന്നതും. 2024 റിലീസായ യുവർ ഫോൾട്ടിൽ അവരുടെ റിലേഷൻഷിപ്പിന്റെ ഇടയിൽ സംഭവിക്കുന്ന പ്രശ്നങ്ങളും ഒടുക്കം അതൊരു ബ്രേക്കപ്പിൽ എത്തി നിൽക്കുന്നതുമാണ് നമ്മൾ കണ്ടത്. ഇന്ന് നമ്മൾ കാണാനായി പോകുന്നത് ഏറ്റവും അവസാനത്തതും ഏറ്റവും പുതിയതുമായി റിലീസായ അതിന്റെ 3-ാം ഭാഗത്തെ വിശേഷങ്ങളാണ്. അവർ ഫോൾട്ട് എന്ന ഈ ഒരു കഥയിൽ വേർപിരിഞ്ഞ നിക്കും നോവയും എങ്ങനെ കണ്ടുമുട്ടി എന്നതും പിന്നീട് അവർക്ക് എന്താണ് സംഭവിച്ചതെന്നതും നമുക്ക് കാണാം. അപ്പൊ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുന്നേ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ കൂട്ടുകാർക്ക് ഇഷ്ടമാണെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇതിനു മുന്നുള്ള മൈ ഫോൾട്ടും യുവർ ഫോൾട്ടും കൂട്ടുകാർ കണ്ടിട്ടില്ലെങ്കിൽ ലിങ്ക് ഇതേ മുകളിൽ കൊടുത്തേക്കാം. നമ്മുടെ ചാനലിൽ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കണ്ടിട്ടില്ലാത്ത കൂട്ടുകാർ ആ 2 പാർട്സും കണ്ട ശേഷം മാത്രം ഈ ഇന്നത്തെ വീഡിയോ കാണാൻ, അല്ലെങ്കിൽ കഥ യാതൊന്നും മനസ്സിലാവില്ല. അപ്പൊ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. അങ്ങനെ കഥ തുടങ്ങുന്നത് കഴിഞ്ഞ ഭാഗം അവസാനിച്ച്, അതായത് നിക്കും നോവയും തമ്മിൽ വേർപിരിഞ്ഞ് ഏതാണ്ട് ഒരു 4 വർഷങ്ങൾക്ക് ശേഷമുള്ള കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ്. ഇപ്പോ നോ ഒരു യാത്രയിലായിരുന്നു. അവൾ അതിനായി എയർപോർട്ടിൽ എത്തുന്ന ആ ഒരു സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു ഷോപ്പിൽ വിൽക്കുന്ന മാഗസിൻസിന് ഇടയിൽ നിക്കിന്റെ കവർ ചിത്രമുള്ള മാഗസിൻസ് അവൾ കാണുന്നു. ആ ഒരു മാഗസിനിൽ വളരെ സക്സസ്ഫുൾ ആയ ഒരു ബിസിനസ്മാൻ ആയ നിക്കിനെയാണ് അവൾ അതിൽ നോക്കി കാണുന്നത്. എന്തായാലും ഇവർ തമ്മിൽ കണ്ടിട്ടോ എന്തെങ്കിലും ഒരു കോണ്ടാക്ട് ഉണ്ടായിട്ടോ ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞെങ്കിലും അവൾ വളരെ ഹാപ്പി ആയി തന്നെ അതൊന്ന് നോക്കിക്കണ്ട് അങ്ങനെ അവൾക്ക് വേണ്ട ചെറിയ പർച്ചേസ് ഒക്കെ നടത്തി ഫ്ലൈറ്റിലേക്ക് ചെന്ന് കയറുന്നു. അവളിപ്പോൾ യാത്ര ചെയ്യുന്നത് നാട്ടിലേക്കാണ്. നോവ ഇപ്പൊ അങ്ങനെ നാട്ടിലേക്ക് വരുന്നു. അങ്ങനെ ഫ്ലൈറ്റിലെ സീറ്റിൽ ഇരിക്കുന്ന ടീം അറിയാതെ അടുത്തുണ്ടായിരുന്ന പാസഞ്ചറിന്റെ കോഫി നോവ തട്ടുന്നുണ്ട്. തുടർന്ന് അയാളുമായി നോവ എവിടെ സംസാരിച്ചു തുടങ്ങുന്നു. ആളുടെ പേര് സൈമൺ എന്നാണ് അവൾക്ക് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ അവർ കുറച്ചു നേരം സംസാരിക്കുന്നുണ്ട്. തുടർന്ന് ഫ്ലൈറ്റ് ഇറങ്ങിയ ശേഷം നോവയ്ക്ക് ലിഫ്റ്റ് സൈമൺ ഓഫർ ചെയ്യുന്നുണ്ടെങ്കിലും വേണ്ട, എന്നെ പിക്ക് ചെയ്യാനായിട്ട് ഫ്രണ്ട് വരുമെന്ന് മാത്രം അവൾ പറയുന്നുണ്ട്. അങ്ങനെ സൈമൺ അവിടെ നിന്ന് പോയ ശേഷം തന്നെ പിക്ക് ചെയ്യാനെത്തുന്ന ഫ്രണ്ടിനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന നോവ അതിലൂടെ ഒരു റേസിംഗ് കാർ പോകുമ്പോഴേക്കും ആ കാർ അവളെ ഓർമ്മപ്പെടുത്തുന്നത് നിക്കുമായി ഉണ്ടായിരുന്ന അവളുടെ ഓർമ്മകളെയാണ്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ നിക്കായിരിക്കും ആ കാറിൽ ഉണ്ടായിരുന്നത് എന്നിങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് ജെന്നയുടെ വരവ്. ജെന്ന നോവയുടെ ബെസ്റ്റ് ഫ്രണ്ട് ആണെന്ന് നമുക്കറിയാലോ. ജെന്ന തന്നെയാണ് നോവയെ പിക്ക് ചെയ്യാനും വന്നത്. മറ്റൊരു പ്രത്യേകതയും കൂടിയുണ്ട്. ജെന്നയുടെയും അവളുടെ ബോയ് ഫ്രണ്ടായ ലിയോണിന്റെയും മാരേജ് ആണ്. ആക്ച്വലി അതിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോ നോവ മടങ്ങി എത്തിയിരിക്കുന്നത്. അങ്ങനെ ജെന്ന കല്യാണത്തിന്റെ കാര്യം പറയുന്നുണ്ട്. നോവയും നിക്കുവാണ് ഇവരുടെ കല്യാണത്തിന്റെ മെയ്ഡ് ഓഫ് ഓണറായി നിൽക്കാനായി പോകുന്നതെന്ന്. അതായത് ബ്രൈഡ്സ് മെയ്ഡ് എന്നും ബെസ്റ്റ് മാൻ എന്നൊക്കെ കല്യാണ ചെറുക്കന്റെയും കല്യാണ പെണ്ണിന്റെയും കൂടെ ആളുകൾ നിൽക്കുമല്ലോ അവരുടെ ഓൾ ഇൻ ഓളായി. അതിൽ പ്രധാനികളായി നിക്കിനെ നോവയാണ് ഇവർ പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ നിക്കിന്റെ പേരിങ്ങനെ കേൾക്കുമ്പോൾ നോവ കുറച്ചൊന്ന് അപ്സെറ്റ് ആവുന്നുണ്ട്. കാരണം വർഷങ്ങൾ കുറെ കഴിഞ്ഞില്ലേ അവർ പിരിഞ്ഞിട്ട്. വീണ്ടും അവൻ ഇവിടെ കാണുന്നതും ഫേസ് ചെയ്യേണ്ടി വരുന്നതും ഒക്കെ അവൾക്ക് ഒട്ടും ചിന്തിക്കാൻ പറ്റുന്നില്ല. അത് മനസ്സിലാക്കുന്ന ജെന്നയാട്ടെ, നീ അപ്സെറ്റ് ആവണ്ട, എന്തായാലും നിങ്ങളിപ്പോ ബ്രേക്കപ്പ് അല്ലേ, പിന്നെന്താ, ഒരു കുഴപ്പമില്ല എന്നെല്ലാം പറഞ്ഞ് അവളെ cheer ചെയ്യുന്നു. അങ്ങനെ സ്റ്റേ ചെയ്യേണ്ട സ്ഥലത്ത് എത്തിക്കഴിയുമ്പോഴേക്കും നോയ്ക്കുള്ള ഡ്രസ്സൊക്കെ ഓൾറെഡി ജെന്ന സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ അവൾ അതിട്ട് റെഡിയായി വരുമ്പോഴേ കാണുന്നത് അവിടേക്ക് എത്തുന്ന നിക്കിനെയാണ്. ജെന്നയുടെയും ലിയോണിന്റെയും വെഡിങ്ങിൽ പങ്കെടുക്കാനായി നിക്കും എത്തിയിരിക്കുന്നു. അവൾക്കാണെങ്കിൽ നിക്കിനെ ഫേസ് ചെയ്യാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെ അവൻ കാണുന്നതിന് മുന്നേ ഒഴിഞ്ഞു മാറുന്നുണ്ട്. തുടർന്ന് അവൾ അവിടെ നിൽക്കുമ്പോഴേക്കും ജെന്ന അങ്കിളിനെ നോവയ്ക്ക് പരിചയപ്പെടുത്തുന്നു. അങ്ങനെ അവരവിടെ സംസാരിക്കുന്ന ടൈമൊക്കെ അവിടെ നിക്ക് നിൽക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് നോവ ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷെ അവൻ അവളെ കണ്ടതായേ തോന്നുന്നില്ല. എന്തായാലും അങ്ങനെ സംസാരിച്ചു നിൽക്കുന്ന ആ അങ്കിളുടെ അടുത്തേക്ക് തന്നെ നിക്ക് എത്തി സംസാരിക്കുന്നു. നോവയോട് അങ്കിള് സംസാരിക്കായിരുന്നല്ലോ. അവളുടെ തൊട്ടുപിറകെ നിക്ക് നിന്നങ്ങനെ അതേ അങ്കിളിനോട് തന്നെ സംസാരിക്കുമ്പോഴും ഇത്രയും അടുത്ത് നിന്നിട്ടും അവളെ കാണാത്ത കണക്ക് അവൻ ഒട്ടും തന്നെ മൈൻഡ് ആക്കുന്നില്ല. അവളാണെങ്കിൽ അവനെ കാണുകയും ചെയ്തു. അവൻ തന്നെ കണ്ടിട്ട് മൈൻഡ് ആക്കാതെ നിൽക്കുന്നത് മനസ്സിലാക്കി തന്നെ ഒരുമാതിരി അപ്സെറ്റ് ആയി തന്നെ നിൽക്കാണ്. നീ ഒരുപക്ഷെ ഞാനിങ്ങനെ പുറംതിരിഞ്ഞ് നിൽക്കുന്നതുകൊണ്ട് എന്നെ കണ്ടു കാണില്ലയോ എന്ന് അവൾക്കൊരു ഡൗട്ട് ആവുന്നുണ്ടെങ്കിലും പിന്നീട് ഇവരെല്ലാവരും കൂടി ഫോട്ടോ എടുക്കാനായി നിൽക്കുമ്പോൾ നോവ ഒഴിഞ്ഞു മാറി നിൽക്കുന്നു. ആ സമയത്തും നോവയുടെ അടുത്തൂടെ പാസ് ചെയ്ത് ഫോട്ടോ എടുക്കാനായി പോകുന്ന ടീമും അവൻ അവളെ ഒട്ടും തന്നെ മൈൻഡ് ചെയ്തില്ല. അപ്പോൾ തീർച്ചയായും തന്നെ കണ്ടിട്ടും അവൻ മൈൻഡ് ആക്കാത്തതാണ് എന്ന് അവൾ അവിടെ കൺഫേം ചെയ്യുന്നുണ്ട്. അങ്ങനെ പിന്നീട് ഇവരെല്ലാവരും കൂടി വെഡിങ് സെറിമണിയുടെ ഇവരുടെ പാർട്സ് ഉണ്ടല്ലോ, ബ്രൈഡ്സ് മെയ്ഡും ബെഡ്സ്മാനും ഒക്കെ ചെയ്യേണ്ട, അപ്പൊ ആ ഒരു പാർട്സിന്റെ റിഹേഴ്സലിന് വേണ്ടി പോകാനേ ഒരുങ്ങുമ്പോഴേക്കും ബാക്കിയുള്ളവർ ആരും നോവയെ മനഃപൂർവ്വം അവരുടെ വണ്ടിയിൽ കയറ്റുന്നില്ല. നിക്കിന്റെ വണ്ടി ഫ്രീ ആ, നീ അതീ വന്ന് പറഞ്ഞ് മനഃപൂർവ്വം ഇവരെ തമ്മിൽ ഒന്നിച്ചൊന്ന് കൊണ്ടുവരാൻ വേണ്ടി രണ്ടുപേരും കൂടി ഒരു വണ്ടിയിലാക്കുന്നുണ്ട്. അങ്ങനെ പോകുന്ന ടൈമും നിക്കും നോവയും തമ്മിൽ പരസ്പരം ഒന്നും മിണ്ടുന്നില്ല. പക്ഷെ രണ്ടുപേരും തമ്മിൽ ചെറിയ രീതിക്ക് ഒരു ടോം ആൻഡ് ജെറി അവിടെ നടക്കുന്നുണ്ട്. മറ്റൊന്നുമല്ല, കാറിന്റെ വിൻഡോ പൊക്കാനായി നിക്കും എന്ന നല്ല പെർഫ്യൂമിന്റെ മണം അടുപ്പിച്ച് ആ ഒരു സ്മെല്ല് കളയ്ക്കാനായി വിൻഡോ താത്തിടിക്കാനായി വീണ്ടും വീണ്ടും പെർഫ്യൂം അടിച്ച് നോവയെ ഇരിക്കുന്നു. നിക്ക് പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട് നോവയുടെ കഴുത്തില് അവൻ ഗിഫ്റ്റ് ചെയ്ത ആ ഒരു ചെയിൻ ഇല്ലാത്ത കാര്യം. അങ്ങനെ രസകരമായി അവർ ആ ഒരു വെന്യൂവിന്റെ അവിടെ എത്തി പ്രാക്ടീസ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഈ സമയത്തൊക്കെ ചുറ്റിനുള്ളവര് പ്രത്യേകിച്ച് ജെന്നയുടെ നിർദ്ദേശപ്രകാരം നിക്കിനെ നോവയെ മാക്സിമം അടുപ്പിച്ച് കൊണ്ടുവരാൻ നോക്കുന്നുണ്ട്. അങ്ങനെ തകൃതിയിൽ റിഹേഴ്സലൊക്കെ നടന്ന് അടുത്ത ദിവസം മനോഹരമായി തന്നെ പ്രിയപ്പെട്ടവരുടെ ഒക്കെ സാന്നിധ്യത്തില് ജെന്നയുടെയും ലിയോണിന്റെയും മാരേജ് നടക്കുന്നു. ഈ സമയം ബ്രൈഡ് എറിയുന്ന ആ ഒരു ബൊക്കെ കിട്ടുന്നത് നോവയ്ക്കാണ്. ബ്രൈഡ് എറിയുന്ന ആ ഒരു ബൊക്കെ പിടിക്കുന്ന ആളുടെ കല്യാണമായിരിക്കും അടുത്തത് നടക്കുക എന്നൊരു വിശ്വാസം ഉണ്ടല്ലോ ചെറിയ രീതിക്ക്. അങ്ങനെ എന്തായാലും ഇവിടെ കല്യാണത്തിന്റെ ആ ഒരു ചടങ്ങൊക്കെ നന്നായി കഴിഞ്ഞ് എല്ലാവരും ഡാൻസ് ചെയ്യുമ്പോഴും നിക്കും നോവയെ ഒന്നിച്ചാണ് പെയറായി ഡാൻസിന് നിൽക്കുന്നത്. അതിനുശേഷം ഫുഡ് കഴിക്കാനായി ഇരിക്കുമ്പോൾ നോവ നിക്കിനോടൊന്ന് സംസാരിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും അവനത് മൈൻഡ് ആക്കാതെ വിടുന്നുണ്ട്. മാക്സിമം പരസ്പരം മുഖം കൊടുത്ത് സംസാരിക്കാതെ കാര്യങ്ങൾ ഇത്രയൊക്കെ പോയെങ്കിലും ഒടുക്കം എല്ലാം കൈവിട്ടു പോകുന്നു. അവർ
പണ്ടത്തെ ആ ഒരു നിക്കും നോവയായി മാറുന്നു. പക്ഷെ അത് ആ ഒരു മൊമെന്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം എന്തൊക്കെയോ ആലോചിച്ച് ഇങ്ങനെ ഉണർന്നു കിടക്കുന്ന നോവ നിക്ക് ഉണരുന്നത് കണ്ട് അവനോട് സംസാരിക്കാനായി വിളിക്കുമ്പോഴേക്കും അവൻ അവളെ റിജക്ട് ചെയ്ത് എണ്ണിക്കാണ്. എനിക്ക് നീ ചെയ്തതൊന്നും എനിക്ക് മറക്കാൻ കഴിയില്ല. നിന്നെപ്പറ്റി ഓർക്കുമ്പോഴേ നീ മൈക്കിളിന്റെ കൂടെ ചേർന്ന് എന്നെ ചതിച്ച കാര്യമാണ് ഓർമ്മ വരുന്നതെന്ന് പറഞ്ഞു. സെക്കൻഡ് പാർട്ടിന്റെ അവസാനം നോവ മൈക്കിൾ എന്നൊരു പയ്യനുമായി ടൈം സ്പെൻഡ് ചെയ്തിരുന്നല്ലോ, അത് നിക്ക് കാണുകയും ചെയ്തിരുന്നു. ഇപ്പൊ അതിന്റെ പേരിൽ അങ്ങനെ ബ്രേക്കപ്പ് ആയി ഇത്രയും വർഷം കഴിഞ്ഞിട്ടും ഇപ്പോഴും അത് തന്റെ മനസ്സിൽ നിന്ന് മാറിയിട്ടില്ല എന്ന് നോവയോട് തുറന്നു പറഞ്ഞ് നിക്ക് പോകുമ്പോൾ നോവയ്ക്ക് ആകെ സങ്കടാവുന്നുണ്ട്. അങ്ങനെ ഇവിടെ കാര്യങ്ങൾ നടക്കുന്ന ഈ ഒരു സമയത്ത് നമ്മൾ മൈക്കിളിനെ കാണുമ്പോഴേക്കും അവന്റെ ഒരു ഹോസ്പിറ്റലില് ഡോക്ടറായി ജോലി ചെയ്യാണ്. പക്ഷെ അവിടെ അവനൊരു പ്രശ്നം ഉണ്ടാവുന്നു. പണ്ടവൻ കോളേജിൽ പഠിക്കുമ്പോൾ ഒരു അടിപിടി നടത്തിയിരുന്നു. അതിന്റെ ചില കേസും കാര്യങ്ങളും ഇപ്പോഴും ഉണ്ട്. അതിപ്പോഴാണ് അറിഞ്ഞത് ഇങ്ങനെ ഒരാളെ ഇവിടെ ജോലിക്ക് വയ്ക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്ന് അവനെ ഫയർ ചെയ്യുമ്പോഴേക്കും മൈക്കിളിന് ആകെ ടെൻഷൻ ആവുന്നു. കാരണം ഇതിപ്പോ ആദ്യത്തെ സംഭവമല്ല. മൈക്കിൾ എവിടെയൊക്കെ ജോലിക്ക് പോയാലും അവിടെ നിന്നെല്ലാം അവന് പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്നുണ്ട്. ഒരുപക്ഷെ ഇതൊക്കെ നോവയുമായി ഉണ്ടായ തന്റെ ആ ഒരു ഇൻസിഡന്റിന്റെ പേരിൽ നിക്ക് തന്നോട് പ്രതികാരം ചെയ്യുന്നതാണോ എന്ന് പോലും മൈക്കിളിന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഒരു പുതിയ ഷെയർ ഹോൾഡറും കൂടിയാണ് നിക്ക്. അതുകൊണ്ട് തന്നെ നിക്കിന് ഈസിയായി തന്റെ കാര്യത്തിൽ ഇടപെടാൻ സാധിക്കുമെന്ന് തന്റെ ഈ ജോലി ഇപ്പൊ പോയ കാര്യം മനസ്സിലാക്കുന്ന മൈക്കിൾ ഓർക്കുന്നു. അങ്ങനെ പിന്നീട് ഇവിടെ ഒരു ജോബ് ഇന്റർവ്യൂവിനായി നോവ എത്തുന്നുണ്ട്. അവൾ വന്നിരിക്കുന്ന കമ്പനിയുടെ ഫൗണ്ടർ മറ്റാരുമല്ല, സൈമൺ ആണ്. അവൾ ആ ഫ്ലൈറ്റിൽ വെച്ച് പരിചയപ്പെട്ട അതേ സൈമൺ തന്നെ. ഇവിടെ വെച്ച് നോവയുടെ റെസ്യൂം ഒക്കെ പരിശോധിക്കുന്ന സൈമൺ നോവയുടെ റെസ്യൂം ആ ഒരു ജോബിന് ആപ്റ്റ് ആയി തോന്നിയത് കൊണ്ടും അവളെ പരിചയമുള്ളത് കൊണ്ടും അവളെ റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇവർ തമ്മിൽ വീണ്ടും ആ പരിചയം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു. മുന്നേ രണ്ട് സ്ട്രേഞ്ചേഴ്സ് ഫ്ലൈറ്റ് വെച്ച് കണ്ട് പരിചയപ്പെട്ടു എന്നതിനപ്പുറം ഇപ്പൊ അവർ ഒരേ കമ്പനിയുടെ ഭാഗമായി മാറിയിരിക്കുകയാണല്ലോ. ഇവിടെ ഇങ്ങനെ കാര്യങ്ങൾ നടക്കുമ്പോഴേക്കും നമ്മൾ കാണുന്നത് നിക്കിനെയാണ്. നിക്കിപ്പോ സോഫിയുമായി ഡേറ്റിംഗിലാണ്. ഇവരുടെ റിലേഷൻഷിപ്പിന്റെ ഇടയിൽ തന്നെയാണ് ജെന്നയുടെയും ലിയോണിന്റെയും വെഡിങ്ങിന്റെ ഇടയിൽ വീണ്ടും നിക്കും നോവയും ടൈം സ്പെൻഡ് ചെയ്തത്. എന്നിരുന്നാലും നോവയുടെ കാര്യത്തിൽ വീണ്ടും ഇൻട്രസ്റ്റ് ഉള്ള കണക്ക് നിക്ക് ഇടയ്ക്കൊക്കെ കാണിക്കുന്നുണ്ട്. കാരണം അവളുടെ സോഷ്യൽ മീഡിയ പ്രൊഫൈലൊക്കെ അവൻ ഇടയ്ക്ക് ചെക്ക് ചെയ്യുന്നുണ്ടെങ്കിലും അവനാകട്ടെ സോഫിയുമായിട്ടുള്ള അവരുടെ ഈ ഒരു ഇപ്പോഴത്തെ റിലേഷൻ പബ്ലിക് ആക്കാനായി തീരുമാനിക്കുന്നു. അവർ ആ കാര്യങ്ങളെ പറ്റി സംസാരിക്കുന്നുണ്ട്. നിക്കിന്റെ അച്ഛന്റെ ഫേമില് കുറച്ച് പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അച്ഛന്റെ ലോ ഫേമിലെ പ്രഗത്ഭയായ ഒരു അഡ്വക്കേറ്റും കൂടിയാണല്ലോ സോഫിയ. അങ്ങനെയാണ് ആദ്യമായി സോഫിയെ നിക്ക് പരിചയപ്പെട്ടത്. പിന്നീട് അന്ന് റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന നോവയുടെ നിക്കിന്റെ ഇടയിൽ സോഫിയ വലിയൊരു ബുദ്ധിമുട്ടായി മാറിയിട്ടുണ്ടായിരുന്നല്ലോ. പിന്നീട് നിക്ക് നോവയും ബ്രേക്കപ്പ് ആയ ശേഷം സോഫിയയും നിക്കും ഒന്നിച്ചു. പക്ഷെ ഇവരുടെ റിലേഷൻഷിപ്പ് രഹസ്യമായി മുന്നോട്ട് പോവായിരുന്നു. എന്നിരുന്നാൽ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളൊക്കെ കൊണ്ട് സോഫിയുമായുള്ള ഈ ഒരു റിലേഷൻഷിപ്പ് പബ്ലിക് ആക്കാം എന്ന് തന്നെ നിക്ക് തീരുമാനിക്കുന്നുണ്ട്. അത് അവന്റെ ബിസിനസ് പരമായ കാര്യങ്ങൾക്ക് ഗുണം ചെയ്യുമെന്ന് മനസ്സിലാക്കി തന്നെ. അങ്ങനെ ഇവിടെ കാര്യങ്ങൾ നടക്കുമ്പോഴേക്കും സൈമണും നോവയും തമ്മിൽ നല്ലൊരു അടുപ്പത്തിൽ ആയിട്ടുണ്ട്. പ്രത്യേകിച്ച് സൈമണ് നോവയുടെ പ്രണയമൊക്കെ തോന്നി തുടങ്ങിയിരിക്കുന്നു. അവൻ അതിനെപ്പറ്റി അവളോട് തുറന്ന് സംസാരിക്കുകയും താല്പര്യമുള്ളത് കൊണ്ട് തന്നെ നോവ അത് അക്സെപ്റ്റ് ചെയ്ത് അങ്ങനെ അവരുടെ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ കാര്യങ്ങൾ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകുന്ന സമയത്താണ് സൈമണിന്റെ കമ്പനിയിൽ പുതിയൊരു ഇൻവെസ്റ്റർ എത്തുന്നത്. തുടർന്ന് ഇൻവെസ്റ്റർ ഫസ്റ്റ് ഡേ കമ്പനിയിൽ എത്തുന്ന ടീം ആര് വെൽക്കം ചെയ്ത് കോഫി കൊടുക്കണം എന്ന കാര്യത്തെ പറ്റി ഒരു തമാശ രീതിയിൽ സൈമണും നോവയ്ക്കും ഇടയിൽ ഒരു ആം റെസ്ലിംഗ് നടക്കുന്നുണ്ട്. തോക്കുന്ന ആൾ കോഫി കൊണ്ടേ കൊടുക്കണമെന്നാണ് പറയുന്നത്. അങ്ങനെ അവർ മത്സരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് നിക്കിന്റെ വരവ്. ആക്ച്വലി നിക്കാണ് സൈമണിന്റെ കമ്പനിയുടെ പുതിയ ഇൻവെസ്റ്റർ. അവിടെ വെച്ച് നിക്കിനെ കാണുന്ന നോ എന്ന് ഞെട്ടുന്നുണ്ട്. എന്തായാലും അവരവിടെ നിന്ന് സംസാരിക്കുന്ന ടീമാണ്. ഇവർ പരിചയക്കാരാണ്. പറഞ്ഞു വരുമ്പോൾ സ്റ്റെപ്പ് ബ്രദറും സ്റ്റെപ്പ് സിസ്റ്ററുമാണെന്ന കാര്യം സൈമൺ അറിയുന്നത്. കമ്പനിയുടെ പുതിയ ഇൻവെസ്റ്റർക്കും നോയ്ക്കും ഇടയിൽ ഇങ്ങനെ ഒരു ബന്ധം ഉണ്ടെന്നൊന്നും അവൻ അറിയില്ലായിരുന്നു. പറഞ്ഞു വരുമ്പോൾ ഇവർ തമ്മിൽ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു, പിന്നീട് ഇത് ബ്രേക്കപ്പ് ആയി എന്നതൊന്നും തന്നെ സൈമൺ അറിയില്ല. അങ്ങനെ എന്തായാലും നിക്കിന്റെയും സോഫിയുടെയും റിലേഷൻഷിപ്പിന്റെ വാർത്ത അവർ പുറത്തുവിടുന്നു. അധികം വൈകാതെ എൻഗേജ്മെന്റ് നടക്കുന്ന രീതിക്കാണ് വാർത്ത ഇപ്പോൾ ഔട്ടായിരിക്കുന്നത്. സോഫി അതിന്റെ പേരിൽ വളരെ ഹാപ്പിയാണ്. അപ്പോഴേക്കും അന്നത്തെ തന്റെ ജോലി തിരക്കൊക്കെ കഴിഞ്ഞ് മടങ്ങിയെത്തുന്ന നിക്ക് അവൻ പുതിയൊരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തല്ലോ, സൈമണിന്റെ കമ്പനിയിൽ. അപ്പൊ അതിനെപ്പറ്റിയൊക്കെ സോഫിയോട് പറയുന്നുണ്ടെങ്കിലും അവിടെയാണ് നോവയുള്ള എന്ന കാര്യങ്ങളൊന്നും തന്നെ പറയുന്നില്ല. അങ്ങനെ പിന്നീട് ഇൻവെസ്റ്ററായി കമ്പനിയിൽ എത്തിയിരിക്കുന്ന നിക്ക് തന്റെ മറ്റു തിരക്കുകളൊക്കെ മാറ്റിവെച്ച് കൂടുതലും സൈമണിന്റെ കമ്പനി തന്നെയാണ് ഇപ്പോൾ ടൈം സ്പെൻഡ് ചെയ്യുന്നത്. അതും അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റീവ് പരമായ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിലും കൂടുതൽ അവിടെ നോ എന്ത് ചെയ്യുന്നു എന്നതിലാണ് നിക്കിന്റെ കണ്ണ്. നോവയും സൈമണും തമ്മിലുള്ള അടുപ്പമൊക്കെ കാണുമ്പോൾ ഇവർ ഡേറ്റിംഗിലാണോ എന്ന് നിക്കിന് ഡൗട്ട് വന്നു. പക്ഷെ അവനത് കൺഫേം ആയി അറിയില്ല. എന്തായാലും അത് തീരെ നിക്കിന് ഇഷ്ടപ്പെടുന്നില്ല. നോവയെ ഒരു സെക്കൻഡ് പോലും വെറുതെ ഇരുത്താതെ അവൾക്ക് ചുമ്മാ ഓരോ പണിയൊക്കെ കൊടുത്ത് എപ്പോഴും എൻഗേജ്ഡ് ആക്കി വെക്കാനായി അവൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. ഇതിന്റെ ഇടയിൽ നിക്കിന്റെയും സോഫിയുടെയും വാർത്ത നോവ അറിയുന്നു. അവൾക്ക് അതിൽ കുറച്ച് സങ്കടമൊക്കെ തോന്നുന്നുണ്ട്. കാരണം എത്രയ്ക്കായാലും റിലേഷൻഷിപ്പിൽ ഉണ്ടായി ബ്രേക്കപ്പ് ആയവരല്ലേ. അത് മനസ്സിലാക്കുന്ന ജെന്ന ആകട്ടെ എനിക്ക് നീയും നിക്കും ഒന്നിക്കുന്നത് തന്നെയായിരുന്നു താല്പര്യം, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്ന് അവളെ ആശ്വസിപ്പിക്കുന്നുണ്ട്. എന്തെങ്കിലും ഒന്ന് പുറത്തു പോയിരുന്ന നോവ മൈക്കിളിനെ വളരെ യാദൃശികമായി കാണുന്നുണ്ട്. അവൻ അവളെ കാണാതെ പോകാൻ തുടങ്ങുമ്പോഴേക്കും അടുത്തേക്ക് ചെന്ന് സംസാരിക്കുന്ന അവളോട് നല്ല രീതിക്കൊന്നും അവൻ തിരിച്ച് റെസ്പോണ്ട് ചെയ്യുന്നില്ല. ദേഷ്യപ്പെടാണ്. കാരണം അവൾക്കും അവനും ഇടയിൽ നടന്ന കാര്യങ്ങൾ കൊണ്ടാണ് തന്നെ എനിക്കിപ്പോഴും വേട്ടയാടുന്നത്, തനിക്ക് സ്വസ്ഥമായി എവിടെയും ജോലി ചെയ്യാൻ സാധിക്കാത്തത് എന്നൊക്കെയുള്ള ആ ഒരു ഫ്രസ്ട്രേഷൻ എല്ലാം ഇപ്പോ നോവയെ കാണുമ്പോൾ മൈക്കിൾ പറയുന്നുണ്ട്. നോവയ്ക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവുന്നില്ല. എനിക്ക് ഇങ്ങനെയൊക്കെ തന്നോടുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ കൊണ്ട് ചെയ്യുന്നുണ്ടായിരുന്നു എന്നൊന്നും അവൾക്ക് അറിയില്ലല്ലോ. എന്തായാലും അവൾ വേഗം തന്നെ ഇതിലൊരു തീരുമാനം ഉണ്ടാക്കണം എന്ന ഒരു രീതിക്ക് സോഫിയെ വിളിക്കുന്നുണ്ട്. കാരണം സോഫിയും നിക്കും തമ്മിൽ ഓൾറെഡി റിലേഷൻഷിപ്പിലാണെന്ന് അവൾക്കറിയാം. ഒപ്പം തന്നെ നിക്കിനോട് നേരിട്ട് ഇതിനെപ്പറ്റി സംസാരിക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് സോഫിയ വഴി അറിയിക്കാനായിട്ടാണ് ഇങ്ങനെ വിളിക്കുന്നത്. മൈക്കിളിന്റെ പുറകെ ശല്യം
ശല്യപ്പെടുത്തി നടക്കുന്നത് അവസാനിപ്പിക്കാനായി നിക്കിനോട് പറയണമെന്നെല്ലാം നോവ റിക്വസ്റ്റ് ചെയ്യുമ്പോൾ എല്ലാം താൻ സംസാരിക്കാമെന്ന് സോഫിയും പറയുന്നു. അങ്ങനെ പിന്നീട് ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് തന്നെ നോവ വീട്ടിലേക്ക് പോകുന്നുണ്ട് അമ്മയെ കാണാനായി. നോയുടെ അമ്മയുള്ള വീടെന്ന് പറയുമ്പോൾ നിക്കിന്റെ അച്ഛനും കൂടി ഉള്ള വീടാണല്ലോ, അവർ കപ്പിളല്ലേ. അങ്ങനെ അവൾ വീട്ടിലുള്ള ടീം നോവ അവിടേക്ക് അവന്റെ കുഞ്ഞനിയത്തി മാഗിയും കൂട്ടി എത്തുന്നുണ്ട് അച്ഛനെ കാണാനായി. പക്ഷെ അച്ഛനോട് വലിയ അടുപ്പമൊന്നും മാഗി കാണിക്കുന്നില്ല. അവളാകട്ടെ നിക്കിന്റെ അടുത്ത് നിന്ന് നേരെ ഓടി പോകുന്നത് നോവയുടെ അടുത്തേക്കാണ്. നോവയും മാഗിയും നല്ല കൂട്ടായിരുന്നല്ലോ. തുടർന്ന് അതൊരു ഫാമിലി ടൈം ആയിരുന്നു. എല്ലാവരും ഒന്നിച്ച് ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുന്നതിന് മുന്നേ ഫുഡ് കഴിച്ച ആ ഒരു സമയം തൊട്ട് വല്ലാത്തൊരു വോമിറ്റിംഗ് ടെൻഡൻസി നോവയ്ക്ക് അനുഭവപ്പെടുന്നുണ്ട്. എന്തോ ഒരു മാറ്റം അവളിലുള്ള കണക്ക് അവൾക്ക് തോന്നുന്നു. അങ്ങനെ പിന്നീട് അടുത്ത ദിവസം കമ്പനിയിലെ സ്റ്റാഫ്സിനൊക്കെ ഞെട്ടിച്ച ഒരു റൂൾ അവരുടെ പുതിയ ബോസ് ആയിട്ടുള്ള നിക്ക് അവിടെ വെക്കുന്നുണ്ട്. മറ്റൊന്നുമല്ല, കമ്പനിയിലെ സ്റ്റാഫ്സ് ഡേറ്റ് ചെയ്യാൻ പാടില്ല എന്ന്. ഇപ്പൊ കമ്പനിയിൽ സൈമണേക്കാൾ ഏറെ ഹോൾഡ് നിക്കിനാണല്ലോ ഉള്ളത്. അതുകൊണ്ട് തന്നെ അവൻ വെക്കുന്ന റൂൾസിനും അവിടെ വാല്യൂ ഉണ്ട്. ഇങ്ങനെ ഡേറ്റിംഗിന്റെ റെസ്ട്രിക്ഷൻ നിക്ക് വെച്ചത് തന്നെ ഉദ്ദേശം മാത്രമാണെന്ന് നോവയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. അവൾക്ക് അതൊന്നും തീരെ ഇഷ്ടപ്പെടുന്നില്ല എന്തായാലും. പക്ഷെ കമ്പനിയിൽ സൈമൺ ഒരു പ്രശ്നം ഉണ്ടാവരുതെന്ന രീതിക്ക് അവളാകട്ടെ പിന്നീട് അവർ ഒന്നിച്ച് സ്റ്റേ ചെയ്യുന്നിടത്ത് വെച്ച് സൈമണോട് കമ്പനിയിൽ വെച്ച് വലിയ അടുപ്പൊന്നും കാണിക്കണ്ടെന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുകയും അവർ ഹാപ്പിയായി വീട്ടിലൊന്നിച്ച് ടൈം സ്പെൻഡ് ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ അടുത്ത ദിവസം ഓഫീസിലേക്ക് എത്തുന്ന നോവ ലിഫ്റ്റിൽ വെച്ച് നിക്കിനെ കാണുന്നു. ഈ ടീം നിക്ക് അവളോട് കർശനമായി തന്നെ അവന്റെ റൂൾസിനെ പറ്റി വീണ്ടും സംസാരിക്കുന്നു. കമ്പനിയുടെ ഓരോ മുക്കിലും മൂലയിലും നിക്ക് അതിനെ ക്യാമറ സ്ഥാപിച്ചിരിക്കുന്നതും നോവ കാണുന്നുണ്ട്. ഒപ്പം തന്നെ ഈ CCTV ക്യാമറയ്ക്ക് പുറമെ അവിടെ ഒരു സർവൈലൻസ് റോബോട്ടിനെയും കൂടി നിക്ക് സെറ്റ് ആക്കിയിട്ടുണ്ട്. അവന്റെ ഈ വല്ലാത്ത ടോർച്ചർ ആറ്റിറ്റ്യൂഡ് തന്നെ എയിം ചെയ്ത് തന്നെയാണ് എന്ന് മനസ്സിലാക്കുന്ന നോവ കമ്പനിയിൽ നിന്ന് റിസൈൻ ചെയ്യാനായി തീരുമാനിച്ച് ആ കാര്യം നിക്കിനെ അറിയിക്കുമ്പോൾ അപ്പോൾ തീർച്ചയായും അവൾക്കും സൈമണും ഇടയിൽ റിലേഷൻ ഉണ്ട്. അതിന്റെ കാര്യം കൊണ്ടാണ് താൻ ഇങ്ങനെയൊക്കെ പറയുന്നതിന്റെ പേരിൽ അവളിപ്പോ റിസൈൻ ചെയ്യുന്നതെന്ന് കൺഫേം ചെയ്യുന്ന നിക്ക് അത് ഓപ്പണായി തന്നെ നോവയോട് ചോദിക്കുന്നു. അതിനെന്താ, എനിക്ക് ഡേറ്റ് ചെയ്തൂടെ? നീ സോഫി ഡേറ്റ് ചെയ്യുന്നുണ്ടല്ലോ, നിങ്ങൾ ഒന്നിച്ച് സ്റ്റേ ചെയ്യുന്നുണ്ടല്ലോ, പിന്നെ ഞാൻ ആരെങ്കിലും ഡേറ്റ് ചെയ്താലോ ആരുടെയും കൂടെ ഒന്നിച്ച് സ്റ്റേ ചെയ്താലോ അത് നിക്ക് ചോദ്യം ചെയ്യേണ്ട കാര്യമില്ലെന്നായിരുന്നു അവളുടെ മറുപടി. നോ പറഞ്ഞ ഈ കാര്യങ്ങൾ കേട്ട് ദേഷ്യം വരാതെ നിക്ക് ആട്ടെ അവളുടെ അടുത്ത് പഞ്ചാര ഇടിക്കാനായി ചെല്ലുമ്പോഴേക്കും ഇവിടെ ക്യാമറ ഉണ്ടെന്നും പറഞ്ഞ് അവൾ അവനെ മൈൻഡ് ആക്കാതെ പോകാനേ ഒരുങ്ങുന്നു. പക്ഷെ പോകുന്നതിന് മുന്നേ താനൊന്ന് മൈക്കിളുമായി ചെയ്ത തെറ്റ് ഇതുവരെ നിക്കിനെ ക്ഷമിക്കാൻ സാധിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കുന്ന അവൾ ക്ഷമിക്കാൻ അറിയില്ലെങ്കിലും വെറുതെ വിടാനെങ്കിലും പഠിക്കണമെന്ന് തന്റെ പിറകെ ഇങ്ങനെ നടക്കണ്ടെന്ന് മട്ടില് നിക്കിനോട് പറഞ്ഞാണ് പോകുന്നത്. എന്തായാലും നിക്കിനെ കാണാനായി പിന്നീട് അവന്റെ അമ്മ എത്തുന്നു. അമ്മ തനിക്ക് രക്താർബുദമാണെന്നും അധികം നാൾ താൻ ഉണ്ടാവില്ലെന്നും നിക്കിന്റെ അനീതിയായ മാഗിയെ നിക്ക് വേണം ഇനി നന്നായി നോക്കാനെന്നുമുള്ള ആ ഒരു വലിയ കാര്യം അവനെ പറഞ്ഞേൽപ്പിക്കുന്നു. അമ്മയുടെ കാര്യം ഓർത്ത് ഓൾറെഡി അമ്മയെ നല്ലൊരു ബന്ധമല്ല നിക്കിനുള്ളതെങ്കിലും അവൻ ആകെ അപ്സെറ്റ് ആവുന്നുണ്ട്. എന്തായാലും അനീതിയും കൂട്ടി അവൻ അങ്ങനെ വീട്ടിലേക്ക് എത്തുന്നു. തുടർന്ന് എല്ലാ കാര്യങ്ങളും അങ്ങനെ നോവയോടും പറയുമ്പോൾ മാഗിയുടെ കാര്യങ്ങൾ നോക്കാൻ ഞാനും ഉണ്ടാവും, എന്താവശ്യം ഉണ്ടെങ്കിലും വിളിക്കണമെന്നും പറഞ്ഞ് നോവ അവളുടെ മുറിയിലേക്ക് പോകാനേ ഒരുങ്ങുമ്പോൾ നിക്ക് വിടുന്നില്ല. അവന്റെ മുറിയിലേക്ക് അവളെ ക്ഷണിക്കുമ്പോഴേക്കും കാര്യങ്ങൾ ഇപ്പൊ നല്ല രീതിയിൽ പോവാം, വെറുതെ എന്തിനാ വീണ്ടും ഓരോ പ്രശ്നങ്ങളെന്നും പറഞ്ഞ് അവൾ ഒഴിഞ്ഞു മാറുന്നുണ്ടെങ്കിലും പിന്നീട് അവർ ഒന്നിച്ചുള്ളതാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ അടുത്ത ദിവസം ഉറക്കം എണ്ണീറ്റ് നിക്ക് നോക്കുമ്പോഴേക്കും നോവ മുറിയിൽ നിന്ന് പോയിരുന്നു. അവളാകട്ടെ ഇപ്പൊ വീണ്ടും നിക്കിലേക്ക് താൻ അടുക്കുകയാണോ എന്ന് ആകെ വല്ലാതെ കൺഫ്യൂഷനിലിരിക്കുകയാണ്. എന്തായാലും അപ്പോഴേക്കും അവൾക്ക് വല്ലാത്ത ശാരീരിക ബുദ്ധിമുട്ടുകൾ തോന്നുന്നത് കൊണ്ട് തന്നെ വേഗം ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഡോക്ടർ വഴിയാണ് അവൾ ആ ഒരു ഞെട്ടിക്കുന്ന കാര്യം അറിയുന്നത്. അവൾ 4 മാസം ഇപ്പോൾ പ്രഗ്നന്റ് ആണെന്നും കുറച്ച് റിസ്ക് ഉള്ള ഒരു പ്രഗ്നൻസി ആണതെന്നും ഈ പ്രഗ്നൻസി സൂക്ഷിച്ചാലേ അത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഹെൽത്ത് ഇഷ്യൂസ് പലതും ഫേസ് ചെയ്യേണ്ടി വരും, പക്ഷെ അത് ടെർമിനേറ്റ് ചെയ്യാനും സാധിക്കില്ല. സൂക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു കാര്യമാണെന്നും കൂടി അറിയുമ്പോൾ, പ്രത്യേകിച്ച് താൻ പ്രഗ്നന്റ് ആണെന്ന കാര്യം അറിയുമ്പോൾ നോവ ആകെ ഞെട്ടുന്നുണ്ട്. ഇവർ തമ്മിൽ സംസാരിക്കുന്ന അതേ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന മൈക്കിൾ കേൾക്കുന്നുണ്ട്. മൈക്കിൾ മുന്നത്തെ ഹോസ്പിറ്റലിലെ ജോലി നഷ്ടപ്പെട്ട ശേഷം ഈ ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാനേ എത്തിയിരുന്നു. എന്തായാലും ആ നോവയുടെ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന മൈക്കിൾ അവളുടെ ടെസ്റ്റ് റിസൾട്ടും സ്കാനിംഗ് റിപ്പോർട്ട്സും ഒക്കെ തന്നെ നിക്കിനെതിരെയുള്ള ആയുധമാക്കാനായി കളക്ട് ചെയ്യുന്നത് നമുക്ക് കാണാം. അങ്ങനെ ഈ ഒരു കുഞ്ഞിന്റെ കാര്യങ്ങളൊക്കെ തന്നെ ജെന്നയുമായി നോവ ഡിസ്കസ് ചെയ്യുമ്പോൾ ഇത് പെട്ടെന്ന് തന്നെ നിക്കിനെ അറിയിക്കാനായി ജെന്ന പറയുന്നുണ്ടെങ്കിലും വേണ്ട, അവനിപ്പോൾ ഓൾറെഡി മറ്റൊരു റിലേഷൻഷിപ്പിലല്ലേ, എനിക്കിനി വീണ്ടും കാര്യങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആക്കാനായി താല്പര്യമില്ല, അവനിത് അറിയണ്ടെന്ന് തന്നെ നോവയും പറയുന്നു. എന്തായാലും ഈ കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരുന്ന മൈക്കിൾ ഇത് സോഫിയെ അറിയിക്കുന്നുണ്ട് തെളിവ് സഹിതം. വീണ്ടും നിക്ക് മൂലം തന്റെ ജോലിക്കൊന്നും ഒരു പ്രശ്നം ഉണ്ടാവരുത്, നിക്കിനെ ഈ ഒരു കാര്യം പറഞ്ഞ് പേടിപ്പിക്കണം എന്ന രീതിക്കാണ് മൈക്കിൾ ഇതെല്ലാം സോഫിയോട് പറയുന്നതെങ്കിലും സോഫി ഇത് അറിഞ്ഞിട്ടും വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കാൻ നിൽക്കുന്നില്ല. പക്ഷെ പിന്നീട് മറ്റൊരു പാർട്ടിക്കിടയിൽ ഇവർ 4 പേരും കണ്ടുമുട്ടുന്നുണ്ട്. നിക്കും സോഫിയും നോവയും സൈമണും കൂടി. ഈ ഒരു സമയത്തെല്ലാം തന്നെ നിക്ക് നോവയാണ് ശ്രദ്ധിക്കുന്നതെന്ന് സോഫിയും ശ്രദ്ധിക്കുന്നു. കൂടാതെ അവിടെ വെച്ച് അവർ കിസ് ചെയ്യുന്നതും പെട്ടെന്ന് ഒരു വയ്യാഴിക തോന്നുന്ന നോവയെ സോഫിയോട് ഒരു വാക്ക് പോലും പറയാതെ നിക്ക് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നതും സോഫിയെ ശ്രദ്ധിക്കുന്നു. വീട്ടിലെത്തിയ ശേഷം തനിക്ക് സോഫിയോടല്ല നോവയോടാണ് താല്പര്യമെന്ന കാര്യമല്ല നിക്ക് തുറന്ന് പറയുമ്പോൾ വേണ്ട, അത് ശരിയാവില്ല, നിങ്ങൾ തമ്മിലുള്ള മാച്ച് എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞ നോവ മനഃപൂർവ്വം തന്നെ നിക്കിനോട് കുഞ്ഞിന്റെ കാര്യം ഒന്നും തന്നെ പറയാതെ ഒഴിവാക്കി വിടുകയാണ്. അങ്ങനെ പിന്നീട് അടുത്ത ദിവസമായിട്ട് നിക്കിന്റെ അമ്മ മരിച്ചു എന്ന വാർത്തയാണ് അറിയുന്നത്. തുടർന്ന് ഫ്യൂണറലൊക്കെ നടക്കുന്ന ടീമെല്ലാം അവിടെ എല്ലാവരും ഉണ്ടല്ലോ. ഈ സമയത്തൊക്കെ നോവയ്ക്ക് എന്തോ ഒരു ബുദ്ധിമുട്ടുള്ള കണക്ക് അവളുടെ അമ്മ നോട്ടീസ് ചെയ്യുന്നുണ്ട്. അതിനെപ്പറ്റി ചോദിക്കുമ്പോൾ അവളൊന്നും തുറന്ന് പറയുന്നില്ല. കൂടാതെ മാഗിയെ ആ സമയത്തെല്ലാം തന്നെ ചേർത്ത് നിർത്തുന്നതും നോവ തന്നെയാണ്. നോവയ്ക്കിപ്പോ തന്റെ പ്രഗ്നൻസിയെ പറ്റി ഇവിടെ ആരോടും ഒന്നും പറയാൻ താല്പര്യമില്ല, നിക്കിനെ അതിലേക്ക് കൊണ്ടുവരാനും താല്പര്യമില്ല. മറിച്ച് അന്ന് ജെന്നയുടെയും ലിയോന്റെയും വിവാഹ സമയത്ത് നിക്കിന്റെയും നോവയുടെയും ഇടയിൽ നടന്ന ആ ഒരു കാര്യങ്ങളൊക്കെ തന്നെ നിക്കിനെ ഓർമ്മപ്പെടുത്തി ഇത് അവന്റെ കുഞ്ഞാണെന്ന കാര്യം അവനോട് പറയാതെ കുഞ്ഞും അവളും മാത്രമായിട്ട് എങ്ങോട്ടെങ്കിലും പോയി ജീവിക്കുന്നതിനെ പറ്റിയാണ് അവളിപ്പോ ചിന്തിക്കുന്നതെല്ലാം. നിക്കും ഏതാണ്ട് ഇതേ കണക്കൊരു മാനസികാവസ്ഥയിലാണ്. കുഞ്ഞിന്റെ കാര്യമൊന്നും അറിയില്ലെങ്കിലും അവന് സോഫിയുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഇപ്പൊ താല്പര്യമില്ല. അവന്റെ മനസ്സ് മുഴുവൻ നോവ തന്നെയാണ്. നോവ
നോവയായിട്ട് അടുത്ത ദിവസം തന്നെ സൈമന്റെ അടുത്ത് ചെന്ന് നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. വെറുതെ അവനെയും കൂടി ഇതിലൊന്നും വലിച്ചിട്ട് അവന്റെ ലൈഫ് നശിപ്പിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് അവൾ കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു. അങ്ങനെ അവന്റെയും കൂടി സമ്മതത്തോടെ അവർ ബ്രേക്കപ്പ് ആവുന്നുണ്ട്. ഇതേ ടീം തന്നെ നിക്കും സോഫിയോട് നോവയോട് തന്നെയാണ് അവന് താല്പര്യം എന്ന കാര്യങ്ങൾ തുറന്നു പറയുമ്പോൾ ഒടുക്കം ഇങ്ങനെയൊക്കെ ആവുന്ന ഓൾറെഡി മനസ്സ് തയ്യാറെടുപ്പ് നടത്തിയിരിക്കുകയായിരുന്നല്ലോ സോഫിയ. അതുകൊണ്ട് അവൾ അത് സമ്മതിക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴും നിക്കിനോ അവന്റെ ആറ്റിറ്റ്യൂഡിനെ പറ്റി പറഞ്ഞു മനസ്സിലാക്കാനേ അവൾ നോക്കുന്നുണ്ട്. അത് അവൻ ചെയ്യുന്ന തെറ്റുകൾ എപ്പോഴും മറ്റുള്ളവരുടെ തലയിലിട്ട് എസ്കേപ്പ് ആവാനുള്ള അവന്റെ ആ ഒരു രീതിയെ കുറിച്ചാണ്. എന്നാലും തന്റെ തെറ്റുകൾ മനസ്സിലാക്കുന്ന നിക്ക് വേഗം തന്നെ നോവയെ പ്രപ്പോസ് ചെയ്യാനായി അവൾക്കൊരു ഗിഫ്റ്റ് ഒക്കെ വാങ്ങി കാണാനായി പോകുമ്പോഴേക്കും അവളാകട്ടെ യാത്ര പുറപ്പെടാനായി നിൽക്കായിരുന്നു. അവൻ അവളെ പ്രപ്പോസ് ചെയ്യുമ്പോഴേക്കും ഞാനിപ്പോ ആ പഴയ നോവയല്ല, നമുക്ക് ഒന്നിക്കാനും സാധിക്കില്ല, നമുക്കിടയിൽ മറ്റൊരാളും കൂടി ഉണ്ടെന്ന് പറയുമ്പോൾ അവൾ പ്രഗ്നന്റ് ആണെന്ന കാര്യം അവൻ അപ്പോഴാണ് മനസ്സിലാക്കുന്നത്. പക്ഷെ അപ്പോഴും അത് അവന്റെ കുഞ്ഞാണെന്ന് അറിയാതെ ഒരുപക്ഷെ അവൾ ഡേറ്റ് ചെയ്തിരുന്ന സൈമന്റെ കുഞ്ഞായിരിക്കാം അതെന്ന് കരുതുന്നവൻ സൈമന്റെ കുഞ്ഞാണെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ഒന്നിക്കാന്നൊക്കെ പറഞ്ഞ് ഒരുമാതിരി സംസാരിക്കുമ്പോഴേക്കും അവനത് നല്ല അർത്ഥത്തിലാണ് സംസാരിക്കുന്നതെങ്കിലും അവൾക്ക് അത് കേൾക്കുമ്പോൾ ദേഷ്യം വരുന്നുണ്ട്. അവൾ അവിടെ നിന്ന് പിണങ്ങി പോകുന്ന ടീമാണ്. അത് കേട്ട് നിന്ന ജെന്നയും ലിയോണും ആ കുഞ്ഞ് നിക്കിന്റേത് തന്നെയാണെന്ന് പറയുന്നത്. തുടർന്ന് വെപ്രാളത്തിൽ അവൻ വേഗം തന്നെ കാർ എടുത്ത് പുറകെ പോകുന്നുണ്ട്. അങ്ങനെ പോകുന്ന വഴി 2 കാറുകളിലിരുന്ന് അവർ മനസ്സ് തുറന്ന് സംസാരിക്കുന്നു. അങ്ങനെ അവരിപ്പോ വന്ന് നിൽക്കുന്നത് അവരുടെ രണ്ടുപേരുടെയും പേരൻസ് ഉള്ള വീട്ടിലേക്കാണ്. പക്ഷെ അവിടെ വെച്ച് മൈക്കിളിന് നിക്കിനോടുള്ള പക മൂലം നിക്കിനെ കൊല്ലാനായി ഒരു കില്ലറിനെ മൈക്കിൾ വിട്ടിരുന്നു. അയാൾ നിക്കിനെ വെടിവെച്ചിടുന്നുണ്ട്. ആ ഒരു കാഴ്ച നേരിൽ കാണേണ്ടി വന്ന നോവയാകെ തകരുന്നു. വേഗം തന്നെ അവൾ അവനെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നു. പിന്നീട് നമ്മൾ ഒരു 7-8 മാസം കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് കാണുന്നത്. അപ്പോഴേക്കും അന്ന് ആ വെടിയേറ്റ് വീണിട്ടുണ്ടായിരുന്ന നിക്ക് കോമയിലായി റിക്കവർ ആയിരിക്കാണ്. അവൻ കണ്ണു തുറക്കുമ്പോഴേക്കും നോവ അവന്റെ അടുത്തുണ്ട്, പിന്നെ പേരൻസും ഉണ്ട്. ഒപ്പം തന്നെ നോവയുടെ ഡെലിവറി കഴിഞ്ഞ് അവരുടെ കുഞ്ഞു വാവയും അവളുടെ കൂടെ ഉണ്ടായിരുന്നു. തുടർന്ന് റിക്കവറായി നിക്ക് അങ്ങനെ വീട്ടിലേക്ക് എത്തി അവന്റെ കുഞ്ഞിനെ ആദ്യമായി കണ്ട സന്തോഷത്തിൽ അങ്ങനെ ഹാപ്പിയായി നോവയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്നു. ആ ഒരു ടൈം മുന്നേ പ്രപ്പോസ് ചെയ്യാനായി വാങ്ങിവെച്ച ആ ഒരു ഗിഫ്റ്റും നിക്ക് നോവയ്ക്ക് നൽകുന്നുണ്ട്. അങ്ങനെ ഹാപ്പി ആയവരുള്ളപ്പോഴേക്കും നോവ ഒന്ന് എഴുന്നേറ്റ് പോകുമ്പോൾ നിക്കാണ് കുഞ്ഞിന്റെ കൂടെ ഉണ്ടായിരുന്നത്. പക്ഷെ നിക്ക് റിക്കവർ ആയെങ്കിലും അവൻ കംപ്ലീറ്റ് ആയിട്ട് റിക്കവർ ആയിട്ടില്ല. എഴുന്നേൽക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കട്ടിലിൽ കുഞ്ഞിന്റെ കൂടെ കിടക്കുന്ന നിക്കിന്റെ അടുത്തേക്ക് ആ ഒരു ടീം എത്തുന്ന മൈക്കിളും ബ്രയറും ആ കുഞ്ഞിനെ കിഡ്നാപ്പ് ചെയ്യാനായി നോക്കുന്നു. ബ്രയർ ആരാണെന്ന് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? നിക്കിന്റെ മുൻ ഗേൾ ഫ്രണ്ട് ആണല്ലോ. അങ്ങനെ എന്തായാലും അന്ന് ഇവരുടെ റിലേഷൻഷിപ്പിന്റെ ഇടയിൽ അവൾ പ്രഗ്നന്റ് ആയിരുന്നു. പക്ഷെ കുഞ്ഞിനെ നഷ്ടപ്പെടാൻ കാരണം നിക്കാണെന്ന് ഭയങ്കരമായ പക നിക്കിനോട് ബ്രയറിനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഓൾറെഡി നിക്കിന്റെ ശത്രുവായ മൈക്കിളിന്റെ കൂടെ ചേർന്ന് ആ കുഞ്ഞിനെ കൊല്ലാനും ഇവരെ തകർക്കാനും ഒക്കെ അവർ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിലും ഭാഗ്യവശാൽ ബെഡിൽ എണ്ണിക്കാൻ പോലും പറ്റാതെ നിക്കാകെ ബുദ്ധിമുട്ടുമ്പോഴേക്കും നോവ തന്ത്രപരമായി അവിടെ ഇടപെടുന്നത് കൊണ്ട് കുഞ്ഞിനെ രക്ഷപ്പെടുത്താനും മൈക്കിളിനെയും ബ്രിയറിനെയും പോലീസിനെ ഏൽപ്പിക്കാനും നോവയ്ക്ക് സാധിക്കുന്നു. എന്തായാലും അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് ഒതുങ്ങിയ ശേഷം നിക്കിന്റെയും നോവയുടെ മാരേജ് ആണ് നമ്മൾ കാണുന്നത്. അവരുടെ ഫാമിലിയും ഫ്രണ്ട്സും എല്ലാം ഹാപ്പി ആയിട്ട് അവിടെയുണ്ട്. പേരൻസിനും ഇപ്പൊ ഇവരുടെ റിലേഷൻഷിപ്പിൽ ഒരു കുഴപ്പമില്ല, കുഞ്ഞൊക്കെ ആയല്ലോ. ഇതേ ടീം ആ മാരേജിൽ പങ്കെടുക്കാനായി സോഫിയും എത്തിയിരുന്നു. സോഫിക്കാണ് നോവ എറിയുന്ന ആ ഒരു ബൊക്കയും കിട്ടുന്നത്. അങ്ങനെ നോവയായിട്ട് നിക്കിന് ഒരു കാർ ഗിഫ്റ്റ് ചെയ്യുന്നതും ആ കാറിൽ അവർ ഹാപ്പിയായി മുന്നോട്ട് പോകുന്നതും കാണിച്ചുകൊണ്ട് ഈ ഒരു കഥ ഇവിടെ അവസാനിക്കുന്നു. കൂട്ടുകാർക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ വീണ്ടും പുതിയൊരു കഥയുമായി കണ്ടുമുട്ടും വരെ ബൈ.